നമസ്കാരം. ഞാൻ ഡോക്ടർ ജയദീപ് സി മേനോൻ, ഹെഡ് പ്രിവെൻറ്റീവ് കാർഡിയോളജി, അമൃത ഹോസ്പിറ്റൽ, കൊച്ചി. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അത്ലീറ്റ്സ് ഹാർട്ടിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിലും മാധ്യമങ്ങളിലും നമ്മൾ വായിക്കുണ്ടായി, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അതിൽ നിന്നും പലരും ജിമ്മിലായിട്ടാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇതിന് എന്താ കാരണം? ഒരു അസുഖമില്ലാത്ത 40-42 പേരിങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുക. അതിന് എന്താണ് കാരണം? ഹാർട്ടാണോ ബ്രെയിനാണോ? നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ മിക്കവാറും ഹാർട്ടാണ് അതിന് കാരണമാവാൻ സാധ്യത. ഇപ്പോൾ ശരാശരി എണ്ണം പറയുകയാണെങ്കിൽ ഇതിന് ബ്ലോക്ക് തന്നെയാവും ഏറ്റവും വലിയ കാരണം. എന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ടിലേക്കുള്ള രക്തധമനികൾ കൊഴുപ്പ് അടഞ്ഞു വരുമ്പോഴാണ് ബ്ലോക്കായിട്ട് വരിക. 70% മീതെ തടസ്സം ഉണ്ടെങ്കിലാണ് ഒരു അസുഖത്തിലേക്ക് വരിക. പെട്ടെന്ന് എക്സസൈസ് ചെയ്യണ വഴി ആ കൊഴുപ്പടങ്ങിയ ബ്ലോക്കിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് പെട്ടെന്ന് തടസ്സത്തിലേക്ക് വരുന്നതും ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ മിക്കവരും 40-42 വയസ്സിൽ മരിക്കുന്നവർ ജിമ്മിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന കൊറോണറി ആർട്ടറി ഡിസീസിന് തന്നെയാവും. ഇതല്ലാതെ അപൂർവം എന്ന് പറയാൻ പറ്റില്ല, ഒരു അംശം ആൾക്കാർക്ക് ഒരു കണ്ടീഷൻ, അത്ലീറ്റ്സ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. ശരിക്കും അത്ലറ്റിക്സ് അല്ലെങ്കിൽ ശരിക്കും എക്സസൈസ് ചെയ്യുന്നവരിൽ ഹാർട്ട് ഈ എക്സസൈസിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അവരിൽ നമ്മൾ സാധാരണ കാണാറ് ഹൃദയമിടിപ്പ് കുറവാണ്. വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 60 മുതൽ 100 സാധാരണ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റിൽ വേണ്ടത്. പക്ഷേ ഇവർ നല്ല അത്ലീറ്റ്സിൽ നമ്മൾ കാണുകയാണെങ്കിൽ അത് ചിലപ്പോൾ 50, 52, 48 ആവും. അതിൻ്റെ കൂടെ ഇടിപ്പ് കുറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ കട്ടിയും കൂടും. ഈ മസിൽസിൻ്റെ കട്ടി കൂടുന്നു എന്ന് പറയുമ്പം മസിലിൻ്റെ കൂടെ ഫൈബ്രസ് ടിഷ്യൂവും കൂടിയും വരും. ഈ ഫൈബ്രസ് ടിഷ്യൂ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് സ്കാർ പോലെയാണ്. ഇപ്പോൾ സ്കാർ ഹാർട്ടിൻ്റെ പ്രവർത്തനം സഹായിക്കുകയല്ല ചെയ്യണേ, ഒരു തടയായിട്ടാണ് വരുത്തുന്നത്. ഈ അത്ലീറ്റ്സ് ഹാർട്ട് കൂടി വരുമ്പം ഈ ഫൈബ്രസ് ടിഷ്യൂ ഉള്ള ഭാഗത്തു നിന്ന് ഹൃദയത്താളം തെറ്റി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് വളരെ മോശമായ രീതിയിൽ ഒരു സിവിയർ കണ്ടീഷനിലേക്ക് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ ടെക്കിക്കാർഡിയയിലേക്ക് എത്തുമ്പോൾ ആൾ കുഴഞ്ഞു വീണ് മരിക്കാം. ഇതും ഒരു കാരണമാവാം. നമ്മൾ വായിച്ചു വരുന്ന ഈ ജിമ്മിൽ കുഴഞ്ഞു വീണു എന്ന് പറയാനുള്ള ഒരു കാരണം അതാവാം. തേർഡ്, ചിലപ്പോൾ ബ്രെയിനിൻ്റെ ബ്ലീഡിങ് ആയിട്ടായിരിക്കാം. പതിവില്ലാതെ പെട്ടെന്ന് വല്ല എക്സസൈസിലേക്ക് നമ്മൾ പോകുമ്പം രക്തപ്രവാഹം കൂടുമ്പോൾ ചിലപ്പോൾ തലച്ചോറിൽ ധമനി പൊട്ടിയിട്ട് കുഴഞ്ഞു വീണ് മരിക്കാം. ഇതൊക്കെയാണ് സാധാരണ 3 കാരണങ്ങൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ജിംനേഷ്യം എടുത്തു പറഞ്ഞു എന്ന് വെച്ചിട്ട് അപ്പോൾ ജിമ്മിൽ പോകണ്ട എന്നല്ല അഡ്വൈസ്. പക്ഷേ ജിമ്മിൽ പോണത് എന്തിനാണ്? ഈ എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിനാണോ മസിൽ ബിൽഡിങ്ങിനാണോ? അത് നമ്മൾ ക്ലിയർ ആക്കണം. അതിൻ്റെ അനുസരിച്ചേ നമ്മൾ എക്സസൈസ് ചെയ്യാവൂ. അതിനൊരു ഫിറ്റ്നസ് ട്രെയിനർ പറയുന്ന രീതിയിൽ നീങ്ങണ തന്നെയാണ് നല്ലത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാത്തവർ പെട്ടെന്നൊരു 100 കിലോ എടുക്കാനായിട്ട് പോയാൽ എന്തായാലും മസിൽ ഒളുക്കുമെന്ന് മാത്രമല്ല ചിലപ്പോൾ ടെൻഡൻ തന്നെ വിട്ടു എന്ന് വരാം. അപ്പോൾ നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾക്ക് എക്സസൈസ് ചെയ്യാവൂ. എക്സസൈസ് നമ്മൾ സ്ലോലി ബിൽഡപ്പ് ചെയ്ത് വരികയാണ് വേണ്ടത്. അപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞൊരു പെട്ടെന്ന് എക്സസൈസിൻ്റെ രീതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാർഡിയക് ചെക്കപ്പ് ചെയ്ത് പോകണയാവും നല്ലത്. കാർഡിയക് ചെക്കപ്പിൽ സാധാരണ എടുക്കേണ്ട ബ്ലഡ് ടെസ്റ്റ്, ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെ ഒക്കെ ടെസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഒരു ECG, ഒരു എക്കോ കാർഡിയോഗ്രാം ആൻഡ് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണയാവും അനുയോജ്യം. ഇതിനൊരു റിസ്ക് അസസ്മെൻറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ഒരു ജിമ്മിലേക്ക് പോകാവൂ.